ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്ന ഈ പ്രോഡക്റ്റിനെ പറ്റിയാട്ടോ പറയുന്നത്. അപ്പോൾ ടോർച്ചിൻ്റെ ഈ ഫിലിപ്സ് ടോർച്ചിൻ്റെ വീഡിയോ ഇതിന് മുമ്പേ നമ്മൾ കുറേ എണ്ണം ചെയ്തിട്ടുണ്ട്, പല മോഡലിൻ്റെ. അപ്പോൾ ഇന്ന് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ കാര്യം, ഇതിപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നേക്കുന്നതിൽ ഈ ഒരു ടോർച്ചിൻ്റെ കുറച്ച് ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആദ്യം വന്നതിനേക്കാളും സ്പെസിഫിക്കേഷൻസ് ഒക്കെ കുറച്ച് മാറിയിട്ടുണ്ട്, കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അതിന് മുമ്പ് ചെയ്തിരുന്നു. ഇതും നല്ല വെളിച്ചമുള്ള ടോർച്ചാണ്, സൂമിംഗ് ഉള്ളതാണ്. ഇതിപ്പോൾ ഈ രണ്ടും കാണിക്കുന്നത് സൂമിംഗ് ഉള്ളതാണേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും LED വാട്ട് വരുന്നത് 60 വാട്ടാണ്. പിന്നെ വ്യത്യാസങ്ങൾ വരുന്നത് വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്, വിലയിൽ വ്യത്യാസമുണ്ട്, ബാറ്ററിയുടെ ആംബിയറിൽ വ്യത്യാസമുണ്ട്, പിന്നെ ഇതിൻ്റെ ലൂമൻ വെളിച്ചത്തിന് വ്യത്യാസമുണ്ട്, പവർ നമുക്ക് എത്ര ദൂരം കിട്ടും എന്നുള്ള കവറേജ്, അങ്ങനെ അതിൽ വ്യത്യാസമുണ്ട്. അതൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു മോഡലിൻ്റെ LED 60 വാട്ടാണ് വരുന്നത്. ബാറ്ററി 4500 മില്ലി ആംബിയറാണ്. അതുപോലെ തന്നെ ലൂമൻ 2000 ലൂമനാണ് വന്നേക്കുന്നത്. കവറേജ് 680 മീറ്റർ. റണ്ണിങ് ടൈം 4 to 19 hours ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോർച്ച് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ഒരു പ്രകാശത്തെ പറ്റിയും ഒക്കെ. നല്ല വെളിച്ചമുള്ള ടോർച്ചാണ്, നല്ല വൈഡായിട്ട് നമുക്ക് രാത്രിയിലെ പ്രദേശങ്ങൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഈ വനാതിർത്തിയിലൊക്കെ താമസിക്കുന്നവർ, അതുപോലെ ഈ കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവമുള്ളവർ, കൃഷിയിടങ്ങളിലെ മൃഗങ്ങളുടെ ഉപദ്രവമുള്ളവർ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇത് കൂട്ട് ടോർച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കാരണം അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഒരു ടോർച്ച്. ഇനി ഈ ഒരു ടോർച്ച് അപ്ഡേറ്റ് ചെയ്യാനുള്ള കാരണം, ഇത് നമ്മൾ ആദ്യം കാണിച്ചിരുന്നതിനേക്കാളും സെക്കൻഡ് എഡീഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെയൊക്കെ വേരിയേഷൻസ് വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട് അവരിതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടോർച്ച് ഞാൻ ഇന്നിവിടെ കാണിക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ LED വന്നിരിക്കുന്നത് 60 വാട്ട്. അത് നേരത്തെയും 60 വാട്ട് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ബാറ്ററി വന്നിരിക്കുന്നത് 9000 മില്ലി ആംപിയർ. നേരത്തെയും 9000 മില്ലി ആംപിയർ തന്നെയായിരുന്നു. പിന്നെ ഡിഫറൻസ് വന്നത് ലൂമൺ അപ് ടു 3000 ആക്കിയിട്ടുണ്ട്. നേരത്തെ ഇതിൻ്റെ ലൂമണ് 2700 ആയിരുന്നു. ഇപ്രാവശ്യം പുതിയ എഡീഷൻ വന്നതിൽ 3000 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യം വന്നതിൻ്റെ കവറേജ് 860 മീറ്ററോളം ആയിരുന്നു. ഇപ്പം പുതിയത് വന്നതിൻ്റെ കവറേജ് അപ് ടു 1000 മീറ്റർ, 1 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഒരു കവറേജ് പറയുന്നത്. അതാണ് മെയിനായിട്ട് വന്നിരിക്കുന്ന ഡിഫറൻസ്. അപ്പം നമ്മൾ ആദ്യം വന്നിരുന്ന ആ എഡീഷനേക്കാളും റേഞ്ച് കൂടിയിട്ടാണ് ഇപ്പോൾ പുതിയ ടോർച്ച് വന്നിരിക്കുന്നത്. റണ്ണിങ് ടൈം 5.5 to 30 hours. അത്രയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്പെസിഫിക്കേഷൻസ് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ടോർച്ച് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതിപ്പം ഇന്ന് സ്റ്റോക്ക് വന്നതാണ്. 10 എണ്ണമായിരുന്നു വന്നത്, ഒരെണ്ണം അപ്പം തന്നെ സെയിലായിപ്പോയി. അപ്പോൾ ഈ രണ്ട് ടോർച്ചും രാത്രിയിൽ നമുക്ക് പുറത്ത് കൊണ്ടുപോയി എന്ന് തെളിച്ച് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ രണ്ട് ടോർച്ചും നിങ്ങളെ തെളിച്ച് കാണിക്കാൻ വേണ്ടി ഇവിടെ ഈ മെയിൻ റോഡ് സൈഡിൽ ഒരിടത്ത് നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രദേശം ഒന്ന് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തതിൽ എനിക്ക് കിട്ടിയ സ്ഥലങ്ങളൊക്കെ ഇത്ര ഒരു വൈഡായിട്ടുള്ള ഒരു സ്ഥലമല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് ഇപ്പോൾ ഇത്രയും വൈഡായിട്ടുള്ളൊരു പ്രദേശം കണ്ടുവച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡും വളരെ വിസ്തൃതമായ പ്രദേശമാണ്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ ഇത് തെളിച്ച് ഇതിൻ്റെ ഒരു വെളിച്ചവും എത്ര വൈഡിൽ കിട്ടും എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഈ രണ്ട് മോഡലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം കണ്ടത് തന്നെ രണ്ട് മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ചെറിയ മോഡൽ നമുക്ക് ആദ്യം തെളിച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ തെളിക്കാൻ പോണത് നമ്മുടെ 4500 മില്ലി ആംപിയറിൻ്റെ ടോർച്ചാണ്. ഇതിൻ്റെ ലൂമൺ 2000, റേഞ്ച് വരുന്നത് 680 മീറ്റർ ആണേ. കണ്ടോ, ഇതിപ്പം വൈഡ് സൂം ഔട്ട് ചെയ്തിട്ടുള്ള ഇതാണ്. ഇത്രയും വൈഡിൽ നമുക്കിത് കിട്ടുന്നുണ്ട്. മൊത്തം കിട്ടുന്നുണ്ടോടാ? ഇനി ഇത് സൂം ചെയ്യുവാണേ. ഇത്രയാണ് ഇതിൻ്റെ മാക്സിമം നമുക്ക് സൂം കിട്ടുന്നത്. അവിടെയൊക്കെ വീടുകളുണ്ട്, ഞാൻ അങ്ങോട്ട് തെളിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ടോർച്ചിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി ഞാൻ നമ്മുടെ ഏറ്റവും വലിയ ടോർച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി വരുന്നത് 9000 മില്ലി ആംപിയർ ആണ്. ഒന്നിച്ചിട്ട് മാറുന്നു. അപ്പോൾ അടുത്തത് നമ്മൾ ഇനി ഈ ടോർച്ചാണ് തെളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോർച്ചിൻ്റെ പവർ വരുന്നത് 9000 മില്ലി ആംപിയർ ആണ്.
ലൂമൺ വരുന്നത് 3000 ആണ്, 3000. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ എഡീഷനിൽ ലൂമൺ വന്നിരുന്നത് 2500, 2007 അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് 3000 ആണ് ഇതിൻ്റെ ലൂമൺ വന്നിരിക്കുന്നത്. കവറേജ് അപ് ടു 1000 മീറ്റർ, അതായത് 1 കിലോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് തെളിച്ച് നോക്കാം. സംഗതി അടിപൊളിയാണല്ലേ. ഇതാണ് ഇപ്പം ഞാൻ സൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് ഇത്ര ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കിട്ടുന്നുണ്ടോടാ? അപ്പോൾ നമുക്ക് ഇത്രയും ഇതായിട്ട് കണ്ടോ, ഒരു പക്ഷി പറന്നു പോകുന്നുണ്ടോ? ഇതത് കണ്ടോ, ഇത്രയും നമുക്കിത് നല്ല ഇതായിട്ട് സൂം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വീടില്ലാത്ത സ്ഥലത്തേക്ക് തെളിക്കാം, അപ്പോൾ കുറച്ചുകൂടെ ദൂരേക്ക് അറിയാമല്ലോ. ഇതാണ് സൂം ഇല്ലാതെയുള്ള ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ ഉത്സവമൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് ആണെങ്കിൽ അവിടെ പട്രോളിങ്ങിന് വരുന്ന പോലീസുകാരുടെയൊക്കെ കയ്യിൽ ഇത് കൂട്ട് ഒരെണ്ണം ഉണ്ടെങ്കിൽ മതി. ഇതിങ്ങനെ തെളിച്ചു കഴിഞ്ഞാൽ അവിടെ ആ പ്രദേശം മൊത്തം ഇരിക്കുന്നവരെ കാണാൻ പറ്റും അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ അതിക്രമങ്ങൾ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ ഇത് രണ്ടും കൂടെ തെളിച്ചപ്പോൾ ഉള്ള ഒരു പ്രകാശം കണ്ടോ. ഇത് 4500 മില്ലി ആംപിയറിൻ്റെ ടോർച്ച്, ഇത് 9000 മില്ലി ആംപിയറിൻ്റെ ടോർച്ച്, 3000 ലൂമൻ, ഇത് 2000 ലൂമൻ. കണ്ടോ, ഇനി ഇത് സൂം ചെയ്യാം. ഇത് സൂം ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഫോക്കസാണ് കണ്ടോ. ഈ വലുതിന് നമുക്ക് കുറച്ചുകൂടെ ഷാർപ്പായിട്ട് സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറേ കൂടെ ദൂരത്തേക്ക് പോകും. അപ്പോൾ ഇതാണ് ഈ രണ്ട് ടോർച്ചും തമ്മിലുള്ള ഒരു നമുക്ക് ഒരുമിച്ച് നോക്കിയാൽ കാണാവുന്ന ഒരു വ്യത്യാസം. ഇതൊരു പക്ഷിയാണ് ഈ രാത്രിയിൽ, അപ്പോൾ അതിനെ വരെ നമുക്ക് സൂം ചെയ്ത് കാണാനായിട്ട് പറ്റും. അത് വെളിച്ചം ചെമ്പത്തേക്ക് അനങ്ങാതെ നിൽക്കുക. ഇതാണിപ്പോൾ ഫുൾ സൂം ഔട്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടോ, ഒരു ഏരിയ മൊത്തം കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ടോർച്ചും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ 10 മണി കഴിഞ്ഞ സമയത്ത് ഈ മെയിൻ റോഡിൽ വന്നതെന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യുമ്പം അതിൻ്റെ മാക്സിമം ഒരു ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണം അല്ലേ. അപ്പോൾ ഫിലിപ്സിൻ്റെ ഈ ടൈപ്പ് ടോർച്ചുകൾ ഈ രണ്ടെണ്ണം അല്ല, ഇതിൻ്റെ വേറെ 5-6 മോഡലും കൂടെ നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്കുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ടോപ്പ് 2 മോഡൽ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പ് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ദൂരെയുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി, പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.